Jessina from MS Solutions. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ? യെസ്, എടാ മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഡയറി, ലെറ്റർ, പട്കഥ, പോസ്റ്റർ. ഇവരൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഉറപ്പായിട്ടും എന്തായിരിക്കും ഇവർ ചോദിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഇവരുടെ ചോദ്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡയറി ഇങ്ങനെ ചോദിക്കാം, ലെറ്റർ ഇങ്ങനെ ചോദിക്കാം, പട്കഥ ഈ ചാപ്റ്ററിൽ ഇങ്ങനെ ചോദിക്കാം, ഒക്കെ സെറ്റാണ്. പക്ഷേ ഇതിലൊക്കെ നമുക്ക് മുഴുവൻ മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോർമാറ്റ് കറക്റ്റ് ആയിട്ട് പഠിക്കണം അല്ലെ? ഫോർമാറ്റ് ശരിയാണെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രധാനമായിട്ടും നമുക്ക് ചോദിക്കുന്ന 4 ആൾക്കാരാണ് ഈ പട്കഥ, ലെറ്റർ, ഡയറി, പോസ്റ്റർ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവരുടെ ഫോർമാറ്റ് സെറ്റ് ആക്കാം. ഇനി ഫോർമാറ്റ് അറിയാത്തതിന്റെ പേരിൽ എന്റെ മക്കൾക്ക് മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ദാ പിടിച്ചോ, നമ്മുടെ പട്കഥ എങ്ങനെയാണ് എഴുതേണ്ടത്? ഒരു പട്കഥ എന്ന ചോദ്യം കാണുമ്പോൾ എന്തെല്ലാം സ്റ്റെപ്പാണ് ആ പട്കഥയിൽ വേണ്ടത് മക്കളെ? ആ ചോദ്യത്തിൽ നിന്ന് തന്നെ പകുതി കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ നിന്ന് എഴുതേണ്ടത് ആകെ ഈ ലാസ്റ്റ് വരുന്ന ഇയാളുണ്ടല്ലോ സംവാദം മാത്രമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഒരു പട്കഥ എന്ന ചോദ്യം കണ്ടാൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? പേന എടുക്കുക, ദൃശ്യ എന്ന് നിങ്ങൾ എഴുതി വെക്കണം. ദൃശ്യം എഴുതാ. ദെൻ ഓക്കെ, 1 ദൃശ്യം 1. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം അല്ലെ? സ്ഥലമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഏതാണ് സ്ഥലം? ഇനിയിപ്പോ ഒരു എക്സാമ്പിൾ മിസ് പറയാണേ. ദില്ലി മേ മുനീന്ദ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് എന്റെ മക്കൾക്ക് പട്കഥ എഴുതാനുള്ള ചോദ്യം വന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും. ദെൻ ഈ ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ട് പട്കഥ തയ്യാറാക്കുക, ഇതായിരിക്കും ചോദ്യം. ഓക്കെ, അപ്പൊ ആ സന്ദർഭം എവിടെയാണ് നടക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഓട്ടോ ഡ്രൈവറുമായിട്ട് ഓട്ടോയിൽ സഞ്ചരിച്ചു പോകുന്ന ഒരു സന്ദർഭമാണെങ്കിൽ എന്താ? ഓട്ടോറിക്ഷയുടെ ഉള്ളിലാണ് അല്ലെ? അപ്പം നമുക്കത് സ്ഥലമായിട്ട് എഴുതാം. ഇനിയിപ്പോ ലേഖികയുടെ വീട്ടിൽ പോയിട്ടുള്ള സംസാരവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ലേഖികയുടെ വീടാണ്, ഗറാണ് അല്ലെ? അപ്പൊ ഏതാണ് സ്ഥലം എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പൊ സ്ഥാൻ എന്ന് എഴുതാ. ആ സ്ഥാൻ ഏതാ? ഗർ ആണെങ്കിൽ ഗർ, റോഡ് ആണെങ്കിൽ റോഡ് അവിടെ എഴുതി വെക്കാം. ഓക്കെ, സ്ഥാൻ എന്ന് എഴുതണം, എഴുതാതിരിക്കരുത്. അടുത്തത് സമയമാണ്, ടൈമാണ്, സമയമാണ്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് സമയങ്ങൾ, അതായത് നോക്കിക്കോ, സുബഹ് 10 ബജെ. ഇനി വേണമെങ്കിൽ ഷാമും പഠിച്ചു വെച്ചോ. ഷാം 4 ബജെ. ഈ 2 സമയം നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് അതങ്ങനെ എഴുതിയാൽ മതി. സമയം എഴുതാ സുബഹ് 10 ബജെ അല്ലെങ്കിൽ ഷാം 4 ബജെ എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പം ആദ്യം നിങ്ങൾ ദൃശ്യം എഴുതാ. സ്ഥലം എവിടെയാ? സ്ഥാനം എഴുതാ, സ്ഥലം എഴുതാ. അടുത്ത സമയം എഴുതാ. ഇതുപോലെ സുബഹ് 10 ബജെ എന്തെങ്കിലും എഴുതി വെക്കാം. ഈ 3 കാര്യം ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തത് എന്താണ്? ക്യാരക്ടേഴ്സ് ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക മക്കളെ, നിങ്ങൾക്ക് മറന്നു പോവരുത്. എന്താ പറയുന്നത്? നിങ്ങളുടെ ചാപ്റ്ററിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും അല്ലെ? അവരുടെ പേരല്ല ഇവിടെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് പട്കഥ എഴുതാൻ തന്ന സന്ദർഭം ഇല്ലേ? ആ പാരഗ്രാഫ് ഇല്ലേ? ആ ഭാഗവുമായി ബന്ധപ്പെട്ട ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? അവരുടെ പേര് മാത്രം എഴുതാം. ഓക്കെ, അപ്പോൾ 2 ക്യാരക്ടേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യാം? 1ാമത്തെ ആളുടെ പേര് നമ്മളിത് അവിടെ ഇങ്ങനെ എഴുതാം. ദെൻ 2ാമത്തെ ആളുടെ പേര് ഇതാ നമ്മളിങ്ങനെ എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഈ ഉംർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏജ് ആണ്. ദെൻ വേഷ്ഭൂഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രസ്സിങ് ആണ്. ഓക്കെ, അപ്പം ഇത് സെപ്പറേറ്റ് ആയിട്ടല്ല എഴുതേണ്ടത്. നമുക്ക് തന്ന പാരഗ്രാഫിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിലെ ക്യാരക്ടറിന്റെ 1ാമത്തെ ആളുടെ പേര് എഴുതുക, ഒരു ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവരുടെ ഏജ് എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? അവരെന്താണ് ഡ്രസ്സ് ചെയ്തത്, ആ ഡ്രസ്സിങ്. ഓക്കെ, നിങ്ങൾക്ക് ചുരിദാർ, കുർത്ത എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എഴുതി വെക്കാം. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ക്യാരക്ടറിന്റെ പേര് എഴുതുക, ഇതുപോലെ ബ്രാക്കറ്റ് ഇടുക. എഗെയിൻ എന്ത് ചെയ്യുക? വയസ്സ് എഴുതുക. അതുപോലെ എന്താണ് അവരുടെ ഡ്രസ്സിങ്. അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതണ്ട, ആ ക്യാരക്ടറിന്റെ പേരിന്റെ കൂടെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, യെസ്. അപ്പൊ അതാണ് നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ വാതാവരണം എന്ന് കണ്ടില്ലേ? എന്താണ് ഈ വാതാവരണം എന്ന് പറഞ്ഞാല്? വാതാവരണം എന്ന് എഴുതി വെക്കേണ്ട. ഈ ക്യാരക്ടേഴ്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇതുപോലെ ഒരു ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് എന്താണ് അവിടെ നടക്കുന്നത്? എന്താണ് നടക്കുന്നത്? ഇതാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് ഇപ്പൊ
അവര് യാത്ര ചെയ്യാണ് അല്ലെ, ഓട്ടോയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? അവർ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നു. ഇനിയിപ്പോ ഗലീലിയോയുടെ ചാപ്റ്റർ എന്നാണെങ്കിൽ ഗലീലിയോയും അതുപോലെ സുഹൃത്തും കൂടി എന്താണ് പർവ്വതം കയറുന്ന ഒരു സീൻ ഉണ്ട്. അതാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ അവിടെ എന്താ നടക്കുന്നത്? ഗലീലിയോയും സുഹൃത്തും കൂടി എന്ത് ചെയ്യാണ്? പർവ്വതം കയറുകയാണ് അല്ലെ. അപ്പം എന്താണ് നമുക്ക് തന്ന സന്ദർഭത്തിൽ അവിടെ നടക്കുന്നത്? അതാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? ബ്രാക്കറ്റിൽ എഴുതേണ്ടത്. വാതാവരൺ എന്ന് എഴുതേണ്ട ആവശ്യമില്ല, എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് ആ ക്യാരക്ടേഴ്സ് സംസാരിച്ചത് എന്താണ്? അതാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? ഈ സംവാദിൽ എഴുതേണ്ടത്. സംവാദം എന്താണ്? സംഭാഷണമാണ്. സംഭാഷണമാണ്. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ദൃശ്യം 1 എഴുതി. സ്ഥാൻ എന്താണ്? സ്ഥലം, വീടാണെങ്കിൽ വീട്. ദെൻ മൂന്നാമതായിട്ട് സമയം, സുബ 10 ബജെ. അത് കഴിഞ്ഞിട്ട് ക്യാരക്ടേഴ്സ്, നമുക്ക് തന്നതിലുള്ള ക്യാരക്ടേഴ്സിന്റെ പേര്, വയസ്സ്, ഡ്രസ്സിങ്. അത് കഴിഞ്ഞിട്ട് അവിടെ എന്താണ് നടക്കുന്നത് എഴുതുന്നു. അവർ തമ്മിലുള്ള ആ ഭാഗവുമായി ബന്ധപ്പെട്ട കോൺവെർസേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പട്കഥയിൽ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ എഴുതിയാൽ 4 മാർക്ക് നിങ്ങൾക്ക് സെറ്റാണ്. ഇനി മറന്നു പോകരുത്. ഓക്കെ, യെസ്. ദെൻ അടുത്തത് നിങ്ങൾക്ക് ലെറ്റർ എഴുതാൻ ഉറപ്പായിട്ടും ചോദിക്കല്ലോ. ഏതെങ്കിലും ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ലെറ്റർ ഉറപ്പാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബോക്സ് വരയ്ക്കുക. ബോക്സ് എന്താണ്? ബോക്സ് നിർബന്ധമാണ്, വരച്ചു വെക്കുക. എന്നിട്ട് ലെറ്റർ എന്ന ചോദ്യം കണ്ടാൽ ബോക്സ് വരയ്ക്കുന്നു. നേരെ റൈറ്റ് സൈഡിൽ സ്ഥാൻ, താരീഖ്, പ്ലേസും ഡേറ്റും നിങ്ങൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ സ്ഥാന്, താരീഖ് എന്ന് എഴുതാം. ഓക്കെ, ബോക്സ് വരയ്ക്കുന്നു. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് സ്ഥാൻ, താരീഖ്. നേരെ ഓപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരാൾക്ക് ലെറ്റർ എഴുതല്ലേ, കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറയരുത്. ഒരു സല്യൂട്ടേഷൻ ഒക്കെ കൊടുക്കുക. പ്രിയ മിത്ര, എന്താണ്? പ്രിയ മിത്ര എന്നുള്ള സല്യൂട്ടേഷൻ നമ്മൾ കൊടുക്കുക. അപ്പൊ ആദ്യം പ്ലേസും ഡേറ്റും എഴുതുന്നു. രണ്ടാമതായിട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പ്രിയ മിത്ര എന്നുള്ള സല്യൂട്ടേഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വ്യക്തിയെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടു, അല്ലെങ്കിൽ എന്നും കാണുന്ന ഒരാളെ കണ്ടു, അവരോടൊക്കെ നമ്മൾ കാഷ്വൽ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സുഖാണോ എന്ന് ചോദിക്കും അല്ലെ. അതെന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കിക്കോ, നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഏത് ചാപ്റ്ററിൽ നിന്ന് വന്നാലും കോമൺ ആയിട്ട് ലെറ്ററിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചോദിക്കുന്നു, തും കെസേ ഹോ? സുഖാണോ? മേ യഹാം കുശൽ സേ ഹും, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, സുഖമാണോ എന്ന് ചോദിച്ചു, ഞാനിവിടെ സുഖമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാനല്ലേ ലെറ്റർ എഴുതുക. അപ്പൊ അതൊന്ന് ജസ്റ്റ് സൂചിപ്പിക്കാം. ഏക് ബാത് ബതാനെ കെ ലിയേ മേ യേ പത്ര ലിഖ്താ ഹൂം, ഞാൻ ഒരു കാര്യം പറയാനാണ് കേട്ടോ ഈ ലെറ്റർ എഴുതുന്നത് എന്ന് പറയാം. ഡേറ്റ്, പ്ലേസ്, സല്യൂട്ടേഷൻ, പ്രിയമിത്ര, സുഖാണോ? എനിക്ക് സുഖാണ് കേട്ടോ, ഒരു കാര്യം പറയട്ടെ എന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്, അത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചുരുക്കി എഴുതാം. ഓക്കെ, ദെൻ അതിങ്ങനെ എഴുതി പോയാൽ മതിയോ? ഇല്ല, അതൊന്ന് അവസാനിപ്പിക്കണ്ടേ? എങ്ങനെ അവസാനിപ്പിക്കുക? വാപസി പത്രക്ക് ഇന്റസാർ മേം, എന്താണ്? ഒരു മറുപടി കത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നു. ദെൻ സസ്നേഹ്, സസ്നേഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് ലവ്, വിത്ത് ലവ്. കഴിഞ്ഞിട്ട് നേരെ റൈറ്റ് സൈഡിൽ താഴെ നമ്മള് സ്ഥലം അല്ലെ, സ്ഥലവും ഡേറ്റും ഒക്കെ എഴുതിയ ഭാഗമല്ലേ, ആ ഭാഗത്ത് നേരെ താഴെ എന്താണ്? തുമാരാ മിത്ര നാം ഹസ്താക്ഷർ, അതായത് ആരാണോ എഴുതുന്നത് അവരുടെ പേരാണ്. എഴുതുന്ന ആളുടെ പേര്, ആരാണോ എഴുതുന്നത് അവരുടേത്. ദെൻ നേരെ ഓപ്പോസിറ്റ് ടു അഡ്രസ് ആണ്. ഇതുപോലെ എന്ത് ചെയ്യാം? ബോക്സ് വരയ്ക്കുക. ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞി ബോക്സ് വരയ്ക്കുക. സേവാമേ ന പദ. ഇത്രയും കാര്യം എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 4 മാർക്കാണ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഒരു ബോക്സ് വരയ്ക്കുന്നു, സ്ഥാൻ, താരീഖ് കൊടുക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ പ്രിയമിത്ര സുഖാണോ എന്ന് ചോദിക്കുന്നു. ദെൻ ഏക് ബാത് ബതാനെ കെ ലിയേ, അല്ല ഞാനൊരു കാര്യം പറയാനാണ് കേട്ടോ ഈ ലെറ്റർ എഴുതുന്നതെന്ന് പറയാ. എന്താണ് ചോദ്യത്തിൽ പറഞ്ഞത് ആ കാര്യം ചുരുക്കി എഴുതുന്നു. ദെൻ വാപസി പത്രക്ക് ഇന്റസാർ മേം, മറുപടി കത്ത് പ്രതീക്ഷിക്കുന്നു എന്ന് എഴുതാം. റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഫ്രം അഡ്രസ്, ആരാണോ എഴുതുന്നത് അവരുടെ അഡ്രസ്. ദെൻ നേരെ ഓപ്പോസിറ്റ് ടു അഡ്രസ്, ആർക്കാണോ എഴുതുന്നത് അവരുടെ അഡ്രസ്. ഇത്രയും കാര്യമാണ് ഒരു ലെറ്ററിന്റെ ഫോർമാറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സെറ്റ് ആയില്ലേ? റെഡി ആയില്ലേ? യെസ്. ദെൻ ദാ പിടിച്ചോ, ഡയറി. ഡയറി വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് കോമൺ ആയിട്ട് എഴുതാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ദാ നോക്കിക്കോ, ബോക്സിലെ ഏത് ഡയറിയുടെ ചോദ്യം വന്നാലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഫോർമാറ്റിലുള്ളത്. ഒരു ബോക്സ് വരച്ചിട്ട് ഇതുപോലെ താരീഖ്, ഡേറ്റ് എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് ഡേറ്റ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ താരീഖ് എന്ന് എഴുതി വെക്കാം. ദെൻ നമ്മൾ ആദ്യം ചോദ്യം വായിച്ച് മനസ്സിലാക്കുക. സന്തോഷമുള്ള കാര്യമാണോ ഡയറിയിൽ എഴുതുന്നത്, സങ്കടമുള്ള കാര്യമാണോ ഡയറിയിൽ എഴുതുന്നത്? അപ്പൊ സന്തോഷമുള്ള കാര്യമാണെങ്കിൽ ഖുഷി. ഖുഷി എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷമാണല്ലേ, സന്തോഷമാണ്, സന്തോഷമാണല്ലേ, ഹാപ്പിയാണ്, ഹാപ്പിയാണ്. ദെൻ
സങ്കടമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ദുഃഖി അല്ലേ? ദുഃഖി എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കടമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സന്തോഷമുള്ള കാര്യമാണെങ്കിൽ ഖുഷി എന്നും സങ്കടമുള്ള കാര്യമാണെങ്കിൽ ദുഃഖി എന്നും എഴുതണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് എഴുതരുത്, ചോദ്യം മനസ്സിലാക്കിയിട്ട് എഴുതാം. ഓക്കെ, ആജ് മേരെ ലിയേ ഖുഷി ഓർ ദുഃഖി ദിൻ താ. സന്തോഷാണെങ്കിൽ ഖുഷി, സങ്കടാണെങ്കിൽ ദുഃഖി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം ചുരുക്കി എഴുതാം. എങ്ങനെ അവസാനിപ്പിക്കുക? സങ്കടമുള്ള കാര്യം നമ്മൾ മറക്കൂല, സന്തോഷമുള്ള കാര്യം നമ്മൾ മറക്കൂല. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആജ് കാ ദിൻ മേ കബി നഹി ഭൂലൂങ്ക. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സൈൻ, സിഗ്നേച്ചർ, ഹസ്താക്ഷരം എന്ന് എഴുതി വെക്കാം. നിങ്ങൾ ഒപ്പിട്ട് വെക്കേണ്ട, ഹസ്താക്ഷരം എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു ഡയറിയിൽ ശ്രദ്ധിക്കേണ്ടത്. സന്തോഷാണെങ്കിൽ ആജ് മേരെ ലിയേ ഖുഷി ദിൻ താ, സങ്കടാണെങ്കിൽ ആജ് മേരെ ലിയേ ദുഃഖി ദിൻ താ. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മക്കള് എഴുതേണ്ടത്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ദെൻ അടുത്തത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പോസ്റ്റർ. നിങ്ങൾക്ക് ചോദ്യത്തിൽ നിന്ന് തന്നെ ചോദ്യം എഴുതിയാൽ മാർക്ക് കിട്ടുമെന്ന് പറയുന്നത് പോലെ ചോദ്യത്തിൽ എല്ലാ കാര്യവും ഉണ്ടാവും. അപ്പം നിങ്ങളുടെ സ്കൂളിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ, നിങ്ങളുടെ സ്കൂളിൽ ഒരു സെമിനാർ നടക്കുന്നു. സെമിനാറിന്റെ വിഷയം എന്താണ്? യെസ്, ഇപ്പോഴത്തെ മയക്കുമരുന്ന് ഉപയോഗം എങ്ങനെ കുറയ്ക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ്, അതിന്റെ ബോധവൽക്കരണമാണ് നടക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് അങ്ങനത്തെ ഈ കുട്ടികളുടെ ലഹരി ഉപയോഗം കൂടുന്നത് എന്തുകൊണ്ടാണ്, അതെങ്ങനെ കുറയ്ക്കാം, അതെങ്ങനെ ഇല്ലാതാക്കാം എന്നൊക്കെയാണ് സബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് സബ്ജക്റ്റ് കിട്ടിയല്ലോ. ഓക്കെ, അപ്പം നിങ്ങളുടെ സ്കൂളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടി. ഇത്രയും കാര്യം ചോദ്യത്തിലുണ്ടാവും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കാര്യക്രമം എന്ന് പറഞ്ഞ പ്രോഗ്രാം. എന്താണ് പ്രോഗ്രാം? ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ, നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിൽ നിന്നും ഗലീലിയോയിൽ നിന്നും എന്ത് വരാൻ സാധ്യതയുണ്ട്? പോസ്റ്റർ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഗലീലിയോ ദിവസത്തിൽ എന്ത് ചെയ്യാണ്? ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഇതാണ് എന്ത്? പ്രോഗ്രാം. അപ്പൊ നമ്മൾ ആ പ്രോഗ്രാം എഴുതി. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താണ്? ഇപ്പോൾ സെമിനാർ നടക്കുന്നു. അപ്പൊ ആ സെമിനാർ ഒരു വിഷയം ഉണ്ടാവുമല്ലോ. അപ്പൊ അതാണ് നമ്മൾ എഴുതേണ്ട സബ്ജക്റ്റ്. അത് കഴിഞ്ഞിട്ട് താരീഖ്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒരു മാർക്ക് പറഞ്ഞ് മാർക്കായി. ഓക്കെ, ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് നിങ്ങൾക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡേറ്റ് എഴുതാം. അത് കഴിഞ്ഞിട്ട് സമയം നിങ്ങൾ എഴുതുന്ന സമയത്ത് കോമൺ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. സുബഹ് അങ്ങ് പഠിച്ചാൽ മതി. സുബഹ് 10 ബജേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? സ്ഥാൻ, പ്ലേസ് എന്താണ്? ഓൾറെഡി എന്താണ്? സ്കൂൾ, നിങ്ങളുടെ സ്കൂളിൽ വെച്ച് നടക്കുന്നു. നിങ്ങളുടെ സ്കൂളിൽ എന്താണ്? സ്കൂൾ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ള ചോദ്യം കിട്ടി. അപ്പൊ സ്കൂളാണ്. അപ്പൊ സ്കൂൾ സഭാഭവൻ. ഇത്രയും കാര്യമാണ് ചെയ്യേണ്ടത്. ദെൻ സബ്കാ സ്വാഗത. അപ്പൊ ആദ്യം പ്രോഗ്രാം എന്താന്ന് എഴുതാ, അതിന്റെ വിഷയം എന്താന്ന് എഴുതാ, സമയം അല്ലെ, ഡേറ്റ് എഴുതാ, സമയം എഴുതാ, സ്കൂളാണ്, അപ്പൊ സ്കൂൾ സഭാഭവൻ എഴുതാ, സബ്കാ സ്വാഗതം. ഇത്രയും കാര്യമാണ് എൻ്റെ മക്കൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ഫോർമാറ്റിൽ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ഫോർമാറ്റ് കിട്ടി, പക്ഷെ ഈ ഫോർമാറ്റ് ഞങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ചോദ്യങ്ങൾ ഫോർമാറ്റില് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എങ്ങനെയാണ് ഉത്തരം അപ്ലൈ ചെയ്യേണ്ടത് എന്നറിയില്ല എന്ന് പറയുന്നവരും ഇനിയുണ്ടാവും. യെസ്, അങ്ങനെയുള്ളവർക്ക് ഒരു സൊല്യൂഷൻ ആയിട്ട് ഇന്ന് കറക്റ്റ് 5 മണിക്ക് മിസ് ഒരു ലൈവ് ആയിട്ട് വരുന്നുണ്ട്. സോ എൻ്റെ മക്കൾ മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടി പോരും. ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. നമുക്ക് ഒരുമിച്ചിരുന്ന് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. യെസ്, ഇതുപോലത്തെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.